ജീവിതത്തിലുണ്ടാകുന്ന ചില ഓർമ്മകൾ നമ്മൾ ഒരിക്കലും മറക്കത്തില്ലല്ലേ. അങ്ങനെ എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന, ഞാൻ എവിടെ പോയാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കഥ പറഞ്ഞു വിടുകയാണ്. ഞാൻ ജനിച്ച നാൾ മുതൽ ഒരു 12-ാം വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ വെക്കേഷൻ സമയങ്ങൾ, അവധി ദിവസങ്ങൾ എന്ത് വന്നാലും എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ വെള്ളിമലയാണ്. അതായത് നമ്മുടെ തെന്മലയോടൊക്കെ അടുത്ത് നിൽക്കുന്ന, പുനലൂർ തൂക്കുപാലം അതിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വെള്ളിമല. അതുകൊണ്ട് തന്നെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ തെന്മല എക്കോ ടൂറിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് പ്രകൃതി രമണീയതയ്ക്കും ഭംഗിക്കും പുഴയ്ക്കും തോടിനും കാടിനും മേടിനും ഒന്നും കുരങ്ങിന് പോലും ഇവിടെ ഒരു കുറവില്ല എന്ന് വേണം പറയാൻ കേട്ടോ. അപ്പം ഒരു 12-ാം ക്ലാസ്സിൽ 12-ാം വയസ്സ് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു താമസിച്ചിരുന്നത്. അതായത് അപ്പച്ചനും അമ്മച്ചി, എൻ്റെ അമ്മയുടെ പപ്പയും അമ്മയും. അതിനുശേഷം അപ്പച്ചൻ പിന്നെ അവിടുന്ന് റിട്ടയർഡ് ആയിട്ട് അപ്പച്ചൻ പിന്നെ വേറെ നമ്മൾ പുറത്ത് സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ അവിടെ റബ്ബർ വെട്ടുമായിരുന്നു അപ്പച്ചൻ്റെ ജോലി കേട്ടോ. അപ്പം നമ്മൾ അവിടെ ആണെങ്കിൽ ഫുള്ള് റബ്ബറും തോട്ടം. നിങ്ങൾ ഈ കയറുന്ന നമ്മൾ എസ്റ്റേറ്റിലോട്ട് പോവാണ് കേട്ടോ. ഫുള്ള് റബ്ബറും തോട്ടം. അപ്പോൾ അവിടെ ആ എസ്റ്റേറ്റിൽ കുറേ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരെല്ലാം ആ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച, എനിക്ക് ഇപ്പോഴും എന്തോ ആ സ്ഥലത്തിനോട് പ്രത്യേകിച്ചൊരു ഭ്രാന്തമായ സ്നേഹമുണ്ട്. അവിടെ ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം വെച്ചാൽ എവിടെ നോക്കിയാലും എന്തെങ്കിലും ഫ്രൂട്ട്സ് കാണും. മൾബറി, പപ്പായ, പേരയ്ക്ക, അങ്ങനെ തുടങ്ങി എന്ത് വേണം, എന്ത് നട്ടാലും കിളിക്കും. കൃഷി ചെയ്യാൻ നല്ല സ്ഥലം. എൻ്റെ അപ്പച്ചൻ നല്ലൊരു കൃഷിക്കാരനും കൂടെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കൃഷിയൊക്കെ ചെയ്താൽ, പക്ഷെ ആ സമയത്തൊന്നും ഈ പന്നി അങ്ങനത്തെ സംഭവങ്ങളുടെ ഒന്നും പ്രശ്നങ്ങളില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ അവിടെ പന്നി ശല്യമൊക്കെ ഉണ്ട്. പിന്നെ കൈതച്ചക്ക. കൈതച്ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൈതച്ചക്ക ഇങ്ങനെ നമ്മൾ നടുന്നത് പോലെ ഏക്കർ കണക്കിന് സ്ഥലത്തായിരുന്നു കൈതച്ചക്കയൊക്കെ നടുന്നത്. അതുപോലെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്ത് റബ്ബറും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പം അതൊക്കെ മാറി ഇപ്പോൾ അവിടെ തരിശ് ഭൂമിയായിട്ടും അതൊക്കെ വെട്ടിക്കളഞ്ഞു. ഇപ്പം കുറേ മാറി. നമ്മളിപ്പോൾ ആകെ നമുക്ക് ചെന്നിട്ട് ആ സ്ഥലം മനസ്സിലാവുന്നില്ല. കാരണം ഏകദേശം 10-18 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അവിടോട്ട് ചെല്ലുന്നത്. നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളിവിടെ താമസിക്കുന്ന ഈ ക്വാർട്ടേഴ്സുകൾ പറയുന്നത് 3 മുറി, 4 മുറി, 8 മുറി അങ്ങനെയൊക്കെ പറയാം. അതായത് മുറികളായിട്ടാണ്. ഈ ഒരു ഇത് 6 മുറിയാണ് കേട്ടോ. അതായത് ഒരു മുറിയിൽ ഒരു കിച്ചൺ, ഒരു ഹാള്, പിന്നെ ഒരു ബെഡ്റൂം അങ്ങനെ കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 6 മുറികൾ. അപ്പോൾ അതാണ് 6 മുറി. അപ്പോൾ 6 മുറിയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഇത് ഒട്ടും പൊളിച്ച് കളയാതെ അങ്ങനെ അവർ നിലനിർത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല. ബാക്കിയൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഫുള്ള് അങ്ങനെ കാടൊക്കെ കയറി, പിന്നെ എന്തൊക്കെയോ ചിലയിടത്ത് ചില കൃഷികളൊക്കെ ചിലർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് പലരായിട്ട് വാങ്ങിച്ചു. അപ്പോൾ ആ പണ്ടത്തെ ആ എസ്റ്റേറ്റ് ഓണറൊന്നും അല്ല ഇപ്പം കേട്ടോ. അപ്പോൾ ഇത് പല പല ആൾക്കാർ വാങ്ങിച്ച് അവരവരുടെ ഷെയർ ഇങ്ങനെ തിരിച്ചിട്ടേക്കുക. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുളിക്കാൻ പോകുന്നത് കേട്ടോ. അതൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം നമ്മുടെ ആ കാണുന്നതാണ് നമ്മുടെ സ്പോട്ട്, നമുക്ക് പോകേണ്ട സ്ഥലം. അപ്പം ഞങ്ങൾ താമസിച്ചത് 4 മുറിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള വഴിയൊന്നും മനസ്സിലാവുന്നില്ല, ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 10-18 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിവിടെ വരുന്നത്. അപ്പം പിള്ളേർ രണ്ടുപേരും നടന്ന് കുഴഞ്ഞിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണോ? ഇതാ അമ്മ കുഞ്ഞുനാളെ ഇവിടെ കളിച്ചിട്ടൊക്കെ ഉണ്ട്. വേറെ എനിക്കും കൊതിയാ വന്നു ചേച്ചി. ടിക്കിളി ഡാൻസ് ഒന്ന് കളിച്ചോടാ. ക്ഷീണിച്ചോ? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടില്ലയോ? വെള്ളം കാണുന്നില്ല. ജോലെ വീണോ? സാരമില്ല. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടില്ലയോ? അതെന്താ വീണോണ്ടാണോ ഇഷ്ടപ്പെടാൻ? സൂര്യൻ തേണ്ട അസ്തമിക്കാറായി വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, ഓറഞ്ച് നിറത്തിൽ. പക്ഷെ എൻ്റെ ഫോണിൽ എനിക്ക് അത്ര അതിൻ്റെ ബ്യൂട്ടി കിട്ടുന്നില്ല. പിന്നെ ഇവിടെ കൂടുതലായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഇതാണ്ട്. ഇതൊരു കുഞ്ഞു കുഞ്ഞു പൂവുള്ള ഇത് സ്മെല്ലുള്ള പൂവാണ് കേട്ടോ. ഇത് കുഞ്ഞു പെണ്ണ ആക്ഷൻസ് വന്നു വിളിച്ചു.
അപ്പോൾ 18 വർഷങ്ങൾക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലാതിരിക്കുന്നൊരു സ്ഥലം താണ്ട് ഇതാണ് കേട്ടോ. സ്റ്റോർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതായത് നമ്മൾ ഈ റബ്ബർ വെട്ടിയതിന് ശേഷം കറയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് അത് ഷീറ്റ് അടിക്കാനും ഒക്കെ എടുത്ത് ഉണക്കി ഷീറ്റൊക്കെ ഉണക്കി ഇടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ റബ്ബർ വെട്ടുന്ന എല്ലാവരും ഇവിടെ വരാറുണ്ട് കേട്ടോ. ആ സ്റ്റോറിന് മാത്രം വലിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ആ സ്റ്റോറും കൂടെ ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കും. അപ്പം ഞാൻ കുഞ്ഞി അവിടെ കൊണ്ട് നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനും പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. പക്ഷേ ജോഷുമോൻ വന്നില്ല. ജോഷുമോൻ ഇങ്ങനെ അങ്ങ് കയറി ഇറങ്ങി നടക്കും. അവന് ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഈ ഫോട്ടോ എടുക്കുന്നതിലൊന്നും. അപ്പോൾ കുഞ്ഞി ഞാൻ സോപ്പിട്ട് പക്ഷേ അങ്ങോട്ടൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവളും ഇങ്ങനെ കാണാം. ആ ബിൽഡിംഗ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. പഴയ പഴയ ബിൽഡിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ബ്രിട്ടീഷുകാർ പണിതയാണെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മളൊക്കെ ജനിച്ച സമയം തൊട്ടേ ഓർമ്മ വെച്ച നാളിലോട്ട് നമ്മൾ ഈ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല. അപ്പം നമുക്ക് പോകാനുള്ളത് ആ താഴെ കാണുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയായിട്ട് നമുക്ക് പോകാനുള്ളത്. മിനിയായിട്ട് ഞങ്ങൾ വരട്ടോ, സ്ഥലമുണ്ടോ അങ്ങോട്ട് പോവാൻ? അപ്പം എന്തേ നമ്മൾ ഈ താഴെ കാണുന്ന വഴി കൂടെ ഇനി പോകാൻ പോകുന്നുണ്ട്. അപ്പം അമ്മ പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ താഴത്തെ വരിയിലൂടെ ഇങ്ങനെ പോയ സമയത്ത് കണ്ട നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട് കേട്ടോ സൂര്യൻ. അപ്പോൾ എൻ്റെ റെഡ് കളർ ഇട്ടേക്കുന്ന എൻ്റെ അമ്മയും മറ്റേ ബ്ലാക്ക് പോലുള്ള കളർ ഇട്ടേക്കുന്ന എൻ്റെ ആൻറ്റി കേട്ടോ. അവരിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇതല്ല ഈ സ്ഥലമല്ലേ, അത് ആ സ്ഥലമല്ലേ, അവിടെ ആ വീടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ ഓർമ്മകളൊക്കെ ഞങ്ങളിങ്ങനെ അഴവറക്കുക കേട്ടോ. വഴി മാറിയിട്ടില്ലെങ്കിലും അപ്പുറം ഇപ്പുറമുള്ള സ്ഥലങ്ങളും പണ്ട് റബ്ബറായിരുന്നു രണ്ട് സൈഡിലും. പക്ഷെ അതൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ ഫുള്ള് വേലിയൊക്കെ കെട്ടി റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് നമുക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല. എന്നാലും നമുക്കൊരു ഓർമ്മയുണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഭയങ്കര സന്തോഷത്തിലാണ്. എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ ടു യു ബേബി? എന്താ പറ്റി? ക്ഷീണം വരുന്നോ? ആണോ? ഓടാൻ ശ്രമിക്കണ്ട മക്കൾ, നടന്നാ മതി. ബാബാ സാരല്ല. ക്ഷീണിച്ചോ ജുവൽ? ആണോ? ഞങ്ങൾ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി കുറേ നടന്നു കേട്ടോ. കുറേ നടന്നു പറഞ്ഞാൽ ഒരുപാട് നടന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു ക്ഷീണം ഉണ്ടായില്ലെന്നുള്ള. കുഞ്ഞുങ്ങൾ ആലോചിച്ചു, രണ്ടുപേർക്കും കുഞ്ഞു പിള്ളേരാണ്. പക്ഷേ അവർക്കത് വലുതായിട്ട് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അന്നത്തെ കാര്യം ഇവിടെ ചൂടില്ല, നല്ല തണുത്ത കാലാവസ്ഥ, നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ ആ സൂര്യനെ കാണുന്തോറും എനിക്ക് കൊതി വരുമായിരുന്നു കേട്ടോ. എൻ്റെ ആ ഓറഞ്ച് വെട്ടം ഇങ്ങനെ അടിക്കുമായിരുന്നു കേട്ടോ അവിടെ ഫുള്ള്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ആ ഒരു ഇവിടെ വരാൻ വേണ്ടി. എൻ്റെ ഫോണിൽ അത്രയും ക്യാമറ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല വീഡിയോ കിട്ടിയേനെ. അപ്പോൾ എന്തേ നമ്മൾ ഫൈനലി നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ച് അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ആ പഴയ ഭംഗിയൊന്നും അല്ല ഇപ്പോൾ അതിനുള്ളത്. എന്നാലും എനിക്ക് തോന്നുന്നു പഴയതിനേക്കാളും കുറച്ചും കൂടെ വെറൈറ്റി രീതിയിൽ അവരത് എന്താ പറയുക കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടിയവർ. അവിടെ ഇപ്പം നേരത്തെ എന്തോ ചർച്ചൊക്കെ ആയിട്ട് ചെയ്തിട്ട് അവിടെ ആൾക്കാരൊക്കെ ഇപ്പം താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആറുമുറി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ആ കാണുന്നത്. അപ്പം ഇങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തതൊന്നും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനപ്പുറം ബാക്കിലൊക്കെ ഫുള്ള് കാടാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മളെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൂട്ടിയിട്ടേക്കുമായിരുന്നു, നമ്മൾ എങ്ങനെ കയറും? പക്ഷേ ഗേറ്റിനകത്ത് നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരും ഞങ്ങൾ കയറ്റി വിട്ടു കേട്ടോ. പക്ഷെ ഞങ്ങൾക്കും കയറായിരുന്നു, എനിക്കും ആൻറ്റിക്കും കയറായിരുന്നു. പക്ഷേ ഞാൻ കയറിയില്ല. കാരണം നമ്മൾ പൂട്ടിയിട്ടേക്കുന്നിടത്ത് അങ്ങനെ കയറുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അതിനകത്ത് കയറി എന്താ പറഞ്ഞാൽ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ എനിക്ക് ഓർക്കാൻ പോലും വയ്യ. മനസ്സിന് ഭയങ്കര കുളിർമ തോന്നുന്ന കുറച്ച് നല്ല മൊമെൻറ്റ്സ് ആണത് കേട്ടോ. അപ്പം അതിനകത്ത് കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കിലോമീറ്ററുകൾ നടന്നും കുന്ന് കയറി മല കയറിയൊക്കെ ഇവിടം വരെ എത്തിയെങ്കിലും പക്ഷേ നടന്നില്ല. സാരമില്ല, എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. എന്തായാലും ഞാൻ എൻ്റെ സൈഡിലോട്ടൊക്കെ മാറി നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. നമ്മുടെ ആ കാണുന്ന ചെറിയ ബിൽഡിംഗ് ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അത് ഇപ്പോൾ അവർ കുറച്ചും കൂടെ ഒന്ന് റെനോവേറ്റ് ചെയ്ത് മേളിൽ ഷീറ്റൊക്കെ ഇട്ട് കുറേ മരങ്ങളൊക്കെ നട്ട് വേറൊരു രീതിയിലാക്കട്ടെ. പണ്ടത്തെന്ന് പറഞ്ഞാൽ കുറേ മുല്ലയും പേരയും, ഞാൻ പറഞ്ഞില്ല മൾബറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ അത്രയും നീളമുള്ള മൾബറിക്കായൊക്കെ കിട്ടുന്ന ടൈപ്പ് മൾബറി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇങ്ങനെ ആ ഒന്ന് കാണിച്ചേ ആ ആക്ഷൻ, ആ വീഡിയോ, പാട്ട്, അംഗൻവാടി പഠിച്ചൊരു പാട്ട്. കുഞ്ഞു നല്ല പിടിച്ചിരിക്കുന്നു.
കളിപ്പൂവേ തിരിയ പൂത്തിരുന്നാട്ടെ കളിപ്പൂങ്കളെ ഈത്തടൈ കുത്തളരാണ് കുഞ്ഞിരി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിള്ളേരുടെ അല്പം ബഹളമൊക്കെ കേട്ട് ഒരു അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ആൻറ്റി നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു അങ്കിളാണ് കേട്ടോ. പുള്ളി താഴെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ബഹളമൊക്കെ കേട്ടുകൊണ്ട് പുള്ളി കയറി വന്നേ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ മനസ്സിലൊരു സന്തോഷമുണ്ട് എല്ലാം വന്ന് കണ്ടപ്പോൾ. മുട്ടക്കുട്ടി 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 കുഞ്ഞിത്തൻ കുടുംബാണ് കളിപ്പൂ വെച്ച സുദസ് ഇതിലെ വാ 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 ഇതിലെ വാ 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 ഭരണിയേ പിന്നെ ഭരണിയേ ഭരണി ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ അല്ലല്ലോ ഇപ്പോൾ ഇല്ലേ? ആണോ? എന്നാലും താങ്ക് യു. ഇങ്ങനെ കുഴയ്ക്ക് ജുവൽ ജുവൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക, ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ച് പഴയ കാര്യങ്ങളൊക്കെ. ആൻറ്റി കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്ന സമയത്തും എൻ്റെ അങ്കിളിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്ന സമയത്തും ആൻറ്റിക്ക് ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആൻറ്റിയുടെയും കല്യാണം കഴിഞ്ഞ് ആൻറ്റി പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോയത് കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് നല്ല ഓർമ്മകളാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പം ഞങ്ങൾ 3 പേരും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു, പഴയ കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ളൊരു യാത്ര. ഒരു ബുദ്ധിമുട്ട്, ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഒരു എന്താ പറഞ്ഞ ബുദ്ധിമുട്ടും ക്ഷീണവും ഒന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാടിറങ്ങി എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ഞങ്ങളുടെ എസ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അവരിതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും ചിരിച്ചും ബഹളമൊക്കെ വെക്കുകയാണ്. ജോഷു ആണെങ്കിൽ നന്നായിട്ട് വിയർത്ത് കുളിച്ചൊരു പരുവായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലി എല്ലാ വീടുകളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഈ എസ്റ്റേറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ജംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലവും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എസ്റ്റേറ്റിലെ കുറച്ച് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇത് കേട്ടോ. അവിടെ 3-4 റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം. ഇപ്പോൾ അവിടെ ബംഗാളികളൊക്കെ ആയിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ലവ് യു ഓൾ.